ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ താഴെയുള്ള ഈ കണക്കുകളൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിനേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 54.5നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. 5 അല്ലേ? ഇനി ഇവിടെ 0 ആണ്. ഇനി ഇവിടെ 4 ഉണ്ട്. 4ൽ 4ഉം 5ഉം നോക്കി, അപ്പോൾ ഇവിടെ 0 അല്ലേ വരിക, കാരണം 4ൽ ഒറ്റ 5ഉം ഇല്ലല്ലോ. അപ്പോൾ 0 ഇട്ട്. ഇനി നമ്മൾ എന്ത് എഴുതും? അടുത്ത നമ്പർ ഇറക്കി അടിയിലേക്ക് എഴുതാൻ നോക്കൂലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ 5നെ അടിയിലേക്ക് എഴുതാം. ഈ 45ൽ എത്ര 5 ഉണ്ട് നോക്കുക. 45ൽ എത്ര 5 ഉണ്ട്? 9. 9 × 5 45 അല്ലേ? 0. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10.9 ആണ് അല്ലേ? അത് കിട്ടി. ഇനി നമുക്ക് ഇത് നോക്കാം. ഇതെത്രയാണ്? 3.1 ഹരിക്കണം 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഹരിക്കാൻ കേട്ടോ. ഫസ്റ്റ് 3നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇവിടെ 2 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മൾ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, അടുത്തത് ഈ പോയിൻ്റ് അല്ലേ, ആ പോയിന്റിൽ നമ്മൾ മുകളിലേക്ക് ആഡ് ചെയ്തു. ഇനിയുള്ളത് ഈ 1നെ നമ്മൾ അടിയിലേക്ക് ചെയ്തു. 11 ഹരിക്കണം 2 5 അല്ലേ? എന്നിട്ട് ഇവിടെ 10 ഉണ്ടാവും. ഇനി ഇവിടെ 1 ഉണ്ട്. ഇനി നമുക്ക് ഇറക്കി ചെയ്താൽ നമ്പർ ഇല്ല. അപ്പോൾ നമുക്ക് പോയിന്റിന് ശേഷം എത്ര സീറോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു 0 ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ 0നെ ഇവിടെ ചേർക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് 10നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. 10 × 5 10 അല്ലേ? അപ്പോൾ ഇവിടെ 0 കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? 1.55 എന്നാണ് നമ്മുടെ ആൻസർ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? 1.55. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അറിയോ? 35.523 523 ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഹരിക്കുമ്പോൾ 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 എന്ന് കിട്ടും. 1 × 3 3. ഇനി ഇവിടെ ഈ 5ന് അടിയിലേക്ക് എഴുതാം അല്ലേ? 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1, ഇവിടെ 3 എന്ന് കിട്ടി. ഇനി നമ്മൾ ഹരിക്കും, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 അല്ല, നമുക്ക് എത്ര കിട്ടുക? 2 എന്ന് കിട്ടും അല്ലേ? 2 എന്ന് കിട്ടും. ഓക്കെ, ആ 2 ഇവിടെ എഴുതിയിട്ടോ. ഇനി നമ്മൾ ഈ പോയിന്റിനെ ഇവിടേക്ക് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ 5നെ അടിയിലേക്ക് എഴുതുക. 25നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് 24നെ ഹരിക്കാം 8 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമ്മൾ 24 എഴുതി. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈ 2നെ അടിയിലേക്ക് എഴുതും. 12ൽ എത്ര 3 ഉണ്ട്? 12ൽ 4 3 ഉണ്ട് അല്ലേ? 12. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. ബാക്കി 3ന് അടിയിലേക്ക് എഴുതും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്നാണ് അല്ലേ? അപ്പോൾ 3 എഴുതുക, 0 എഴുതുക. ഇപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിട്ടുള്ളത്? നമ്മൾ 35.523നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 841. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. 841 അല്ല, 11.841 കേട്ടോ. 11.841. നമ്മൾ എവിടെ ഹരിക്കുമ്പോഴും നമ്മുടെ ഈ ഹരിക്കുന്നതിൽ ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 3 അല്ലേ? ആ നമ്പറിനെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ. ഇനി ഇത് നമുക്ക് ഹരിച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നും. അത് നമ്മൾ ഹരിക്കാൻ വേണ്ടിയിട്ട് 425 ഹരിക്കണം 75 75നെ നമ്മൾ 25നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ 42നെ കൊണ്ട് നോക്കും. 42ൽ ഒരു വട്ടം 25 ഉണ്ട്, 25. ഇതിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 17 അല്ലേ? 17 എന്ന് എഴുതി.
17 25 അപ്പോൾ നമ്മൾ 5 എഴുതും. ഇനി 175 എത്ര 25 ഉണ്ട്? 25 അല്ലേ, 175. ഇനി നമ്മൾ എന്ത് ചെയ്തും? ഇത് 0 ആയി. അടുത്ത നമ്പർ എഴുതുന്നതിന് മുന്നേ ഈ പോയിന്റ് ഇവിടെ എഴുതും. ഇനി 7 അടിയിലേക്ക് എഴുതി. ഈ 7ൽ എത്ര 25 ഉണ്ട്? 0. അപ്പോൾ നമ്മൾ ഇനി ഈ 5ന് അടിയിലേക്ക് എഴുതുക. ഇനി 75 നമുക്ക് 3 ഉണ്ട് അല്ലേ, 3 പ്രാവശ്യം 75 0. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 17.03 എന്നാണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ആൻസറിൽ നമുക്ക് 2 നമ്പറാണുള്ളത്. ക്വസ്റ്റ്യനിലും പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറാണുള്ളത്. അപ്പോൾ ഈ റിലേഷൻ എപ്പോഴും ഇവ കീപ്പ് ചെയ്യൂ കേട്ടോ, ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ ഇവർക്ക് സംഭവം തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 105.728 അവർ എ കൊണ്ട് ഹരിച്ചു. എ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് 15.104 എന്നാണ്. ഇവിടെ നമ്മൾ ഹരിക്കുന്ന ഈ ഒരു സംഖ്യയിലുണ്ടല്ലോ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പറല്ലേ ഉള്ളത്. അതുപോലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ആൻസറിന് 3 നമ്പറാണുള്ളത് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിനെ നമ്മൾ ഹരിച്ച് നോക്കാതെ ആൻസർ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തേത് നോക്കാം. ഞാൻ ഇവിടെ 1 2 3 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 2 3. എന്തിനാണെന്നറിയോ? ആ ക്വസ്റ്റ്യൻ അതുപോലെ ഒന്ന് അടിയിലേക്ക് എഴുതാനാണ്. ഇനി എന്താണ് നമ്മൾ ആദ്യത്തെ ചോദ്യം? 1057.28 ഹരിക്കണം 7 ആണ്. നമുക്ക് നോക്ക്, ഇത് 105.728. ഇതിലുള്ള നമ്പേഴ്സ് തന്നെയല്ലേ ഇവിടെയുള്ളത് ആണല്ലോ. അപ്പോൾ അതിലുള്ള ആ ഒരു ഹരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും ഇവിടെയും വരിക. അതായത് 15 പിന്നെ ഒരു 104 ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ പോയിന്റിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെയും പോയിന്റ് ഇവിടെ 2 നമ്പറിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടാണ് പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തേത് സെയിം നമ്പറിനെ കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ മാറൂല. നമുക്ക് ആൻസർ എന്തായിരിക്കും? 15 104 എന്നായിരിക്കും. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 5 5 നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ 5 നമ്പർ മാറിയിട്ട് പോയിന്റ് ഇടണം. 1 2 3 4 5 ഇവിടെ നമ്മൾ പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തേത് സെയിം നമ്പേഴ്സാണ് ഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേ ആൻസർ തന്നെയാണ് വരിക, 15 104 എന്ന്. ഇവിടെ പോയിന്റ് നോക്ക്, 1 2 3 4 4 നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പം നമ്മൾ ഇവിടെയും 1 2 3 4 4 നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇടുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൻസർ വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു നമ്പറിനെ നമ്മൾ 9 കൊണ്ട് മൾട്ടി ചെയ്തപ്പോൾ നമുക്ക് 143.1 എന്ന് കിട്ടി. അപ്പോൾ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിപ്പോൾ ഒരു നമ്പറാണ് വിചാരിക്കുക. ഈ നമ്പറിനെ നമ്മൾ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 143.1 എന്ന് കിട്ടി. അപ്പോൾ ഈ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിയോ? 143.1 നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഹരിച്ചു നോക്കാം. 143.1 ഹരിക്കണം 9. ഫസ്റ്റ് നമ്മൾ 14നെ 9 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ, 9. ബാക്കി എത്രയാണ് വരിക? ബാക്കി 9 കഴിഞ്ഞാൽ 5. ഓക്കെ, 5 എന്ന് വരും. ഇനി ഈ 5 ഉണ്ടല്ലോ, ഈ 5 കഴിഞ്ഞിട്ട് ഈ 3നെ നമ്മൾ ഇറക്കി എഴുതും. ഇനി 53ൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 53ൽ ഇല്ല അല്ലേ, നമുക്ക് 54 അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ ചെറിയ നമ്പർ ഏതാണ്? 45. അപ്പോൾ ഇവിടെ 5 ഉണ്ടാവും, 45 അല്ലേ. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി.
ദെൻ നമ്മൾ അടുത്ത നമ്പർ ഇറക്കി എഴുതുന്നതിനും താഴേക്ക് എഴുതുന്നതിന് മുന്നേ ഈ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി 81 ആ 1 ഇവിടെ അടിയിലേക്ക് എഴുതാം. ഇപ്പോൾ 81 നമുക്ക് 9 ഉണ്ട്. അപ്പോൾ 81. അപ്പോൾ നമ്മൾ നമ്പർ എന്തെന്ന് കിട്ടി? 15.9. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ 15.9 എന്ന ഈ നമ്പറില്ലേ, ഇത് എന്താണ് അറിയോ? നമ്മൾ ഏതോ ഒരു നമ്പറിനെ 9 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 143.1 കിട്ടിയത് പറഞ്ഞില്ലേനോ? അപ്പോൾ ആ ഏതോ ഒരു നമ്പർ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആ നമ്പറാണ് ഇപ്പോൾ ഈ 15.9. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. താങ്ക് യു.